അല്ല നാരായണി, പയ്യനെയും കാണുന്നില്ലേ? ഇല്ലാന്ന്. രാവിലെ എണീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല, പയ്യനെയും കാണുന്നില്ല, ആന മാത്രം. പിന്നെ ഓന്റെ തലയിൽ 4 മുടിയേ ഇല്ലു. പിന്നെ അങ്ങനെ മുട്ടടിക്കല് ബൈക്കാണെങ്കിൽ അതുമില്ല. തിരക്കില് തോന്നില്ലടാ. വിദ്യ, നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് മനസ്സിലൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അല്ലടാ? പിന്നല്ലാണ്ട്. നീ ഒരിക്കൽ വന്നേ. പ്രശ്നേട്ടി നീ പോയിട്ട് വാടാ. വീട്ടിൽ പറഞ്ഞല്ല, അന്നത്തിന്റെ മുമ്പിൽ നമ്മ ബലം പിടിച്ചുവിട്ടാ. ബീഫാന്ന ചോറാ കാവിന്റെ അതിൽ കൂടെ പോലെ. ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കടാ. ബാലേട്ടാ, എന്തല്ലാന്ന്? നന്നായിട്ട് തോന്നല്ലോ അല്ലേ? വിദ്യ നല്ല മണം. എല്ലാം എടുത്തില്ലേ? എന്തായി വിദ്യ, നിന്റെ കല്യാണമല്ല? കുഴപ്പമില്ല, നോക്കുന്നുണ്ട്. നടന്നാ മതി, നോക്കി പഠിച്ചോ. അടുത്തത് നിന്റെയാ. ഇലടുത്ത് മാറ്റി നിങ്ങൾ കേട്ടിരുന്നോ ബാലേട്ടാ? ഭക്ഷണം കഴിച്ചിട്ടെടുക്കാൻ മതി. കാലുണ്ട് നോക്കിയാ കുനിഞ്ഞു നോക്കിയാ മതി. എന്ത് വർത്താനാണ്? അല്ല വിദ്യേ, ഈ ബാല്യക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ല. അതെ വിദ്യ, വയസ്സായവരല്ലടാ. ഇരുന്നോട്ടിപ്പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വാ, പ്രായമുള്ളവരല്ലേ, എണീച്ചെടുത്ത്. വിദ്യാട്ടാ, അങ്ങനെ പല്ലല്ല തിന്നിട്ട് പോടാ. ഇന്ന് എന്തിനാ എണീച്ചിനി? പ്രായമായ അമ്മയിലടാ. ഈ എന്തെന്ന് ആ തോണ്ടി നമുക്ക് എപ്പോഴും പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതുന്നു. കുറച്ച് വെള്ളം നിന്നേ. ആ ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നട ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ എവിടല്ലേ, പ്രശ്നേട്ടില്ല വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ, പീടിയയിൽ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? വെള്ളത്തേട്ടിട്ടുണ്ടല്ലേ, ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട കണ്ട, ഇതെല്ലാം വെക്കണോ? എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേല് വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല, നിങ്ങൾ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. ശരി, ഭക്ഷണം കുറച്ച് വെള്ളം വെള്ളം ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെ നീ കാണിക്കുന്നു. പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നാണ്ടല്ല, കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോ നിൽക്കും. ഒന്ന് പോയ പാടുന്നു. അതെയാ, എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചു തരാം. കാണിച്ചു തോന്റെ ഒരു ഐഡിയ നോക്കാല. പെണ്ണട്ടാ, നമ്മളെ സുഹൃത്താ കണ്ടുപോലെ. പെണ്ണട്ടാ, നിങ്ങളെ പന്നി ഫാമിലി മ്യൂസിഷ്യമായിട്ട് ഡിങ്കോൾഫിയാന്നല്ല ന്യൂസ് കേട്ടല്ലേ? ഇവർക്ക് അതെല്ലാം അറിയാ. അതെ, ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക്, ഒരു ചെറിയ വയറ്റുണ്ട്. കണ്ണാട്ടാ, ഇതൊന്നും നോക്കിയട്ടെ. നോക്കിയാതെ എടാ, നിന്റെ ആടുന്ന പ്രശ്നം കണ്ണിന് കുത്തിറക്കി. ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാനോ പറഞ്ഞത്? കൊട്ടോ, ഞാൻ പോട്ടാ. ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും
എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയലാമല, നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട. ഇപ്പെങ്കിലും കാര്യം മനസ്സിലായത് നന്നായി. ഓമനെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി. പിള്ളേരെ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നിരങ്ങും. നിങ്ങൾ വന്നതാമോട്ടാ. നീ ഒറ്റ ഒരുത്തി കാരണതള്ള. ഓരോ സ്ഥലത്ത് പോയി അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല, പഞ്ഞളിഞ്ഞ് ഓനെന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ളാക്കും ഞാൻ. നീ അല്ല വീഡിയോ പിടിച്ചേ, അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി? അത് മെമ്മറിക്കാട് കൊടുത്തരം മാറിപ്പോയതാ. നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഏനി അങ്ങനെ കുന്ത്രാന്റെ അടുത്ത് മൂന്ന് തോട്ടത്ത് കാരണം തള്ളയാ. ഞാൻ നീയല്ലേ ഒപ്പിച്ചിനി ഇവിടെ കണ്ടാ, നീ വെറുതെ നാരായണനെ പറയണ്ട. ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. വിദ്യാധരനാ? ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേയിലേക്ക് ഉന്തി വിട്ടത്. ഓന് പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കി? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ എന്ത് ഉണ്ടാടാ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ. വിദ്യ സുധേട്ട, ഓനെ തല്ലനെ കൊല്ലേ വേണ്ട. ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനാ? ഇത് പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര? ഞങ്ങല്ല ഇടുള്ളവരാന്നേ. എന്ത് കാര്യം അറിയാനോടോ? ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ടെന്നെ ഇടക്കുന്നത്. ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന്? നിങ്ങൾ ചൊറപ്പിച്ച കല്യാണം മുടക്കുക? മുടക്കും, എന്നും മുടക്കും. ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ. കാണിച്ചേരടാ, കാണിച്ചേരാ. ഓനോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ, അത് ഞാൻ കാണിച്ചു. എന്റെ മെമ്മറി കാർഡാണ്. ചന്ദ്ര, നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ. ഒരു മാസത്തിനുള്ളില് ഞങ്ങള് കണ്ണന്റെ കല്യാണം നടത്തുക, അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട, ഞങ്ങൾക്ക് ഒരു മാസം തയ്ച്ചു വേണ്ട. ഈ വരുന്ന 20 ദിവസത്തിനുള്ളിൽ വിദ്യന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തണം. അല്ലെങ്കിൽ നീ ഒക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ? പറയുന്ന മുഴുവൻ കേട്ട് വായിച്ചാളെ ഇറക്കടാ. 2 ആഴ്ച, വെറും 14 ദിവസം ഞങ്ങൾ പോയിടാ. അങ്ങനെയാണെങ്കിലേ ഞങ്ങൾക്ക് വെറും നിക്കേന്ദ്ര ഓൻ പറയട്ടെ. എന്തരാ നാക്കിറങ്ങിപ്പോയാ? നീ കേട്ടില്ലേ? 14 ദിവസം. അതിനുള്ളിൽ പറ്റിയില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ, നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ, ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ, നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടൊക്കെ പോക്കും. ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ പേടിക്കില്ലെന്നു. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും വലിയ ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കളയാട്ടും ഈറ്റൊക്കെ കുറെ നടത്തും, അത് സ്വപ്നത്തില്. സമ്മതാണ്. നിങ്ങൾ പണി അറിയിക്കോ? നമ്മയും തുടങ്ങി. ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണടാ. ഓടാ. ഈ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ? ഇത് കൊള്ളാലോ, സെറ്റപ്പ് ആയല്ലോ അല്ലേ? ഞാൻ കാരണം നാലിട്ട ആളാ. ഇപ്പൊ വലിയ നിലയിലാ, കണ്ടല്ലേ? നാളെ കൂടി ശരി. വെള്ളി നിലയല്ല, വെട്ടിക്കട. മോനെ കണ്ണ, ഷംസു, നമസ്കാരം. ശ്രീജ, എല്ലാരും പോയി ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റുള്ള കടയാണ്. പൊയ്ക്കോ. സുധാരണ നിൽക്ക്, ഒരു പോയി കഴിക്കട്ടെ. സുഖല്ലേ സഖാവേ?
ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ്. ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോല് കൊണ്ട് വയറ് കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക്. നിന്റെ ഒരൊറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാള് ഒളിവിൽ പോയത്. എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി, നിന്റെ ഓൾക്ക് സഹകരണ ബാങ്കിൽ പണി. എന്നിട്ട് എന്നോട് സുഖമാണോന്നല്ലേ? അല്ല സഹവേ, സഹാന്ന് പറയുമ്പോ ഇപ്പോഴും ഒരാവേശാണ്. ഹോസ്റ്റല്ലേ സഖാവ് ആർസി വിളിച്ചത്ര മുദ്രാവാക്യൊന്നും കടമ്പേര് ആരും വിളിച്ചിട്ട. നീ കത്തി വെച്ചോ കോഴിക്കെട്ട് മതി. ഇപ്പൊ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോ ഈ ആർസ് തന്നെ വേണ്ടി വന്നില്ലേ? സഖാവ് പറ്റുവാണെങ്കിൽ അപ്പം കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അതിനെന്താ കണ്ണ? നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്കോളെ കണ്ടോണ്ടിരിക്കാലോ. കല്യാണോ? ആ രാവിലെ 10-നും 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണമല്ലേ? ഞാൻ കല്യാണത്തിനൊന്നുമില്ല. അമ്മയോട് ചോദിക്കണ്ടേ? നാരായണ ഏട്ടിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. വെറ്റ് തീരാഞ്ഞ് 2 ദിവസം കൂടെ ഉള്ളൂ. നാളെ രാവിലെ കല്യാണം. ഞാൻ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. മോനെ കണ്ണ നീ വാ. വാ 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 വാ. പാട്ട് കഴിഞ്ഞിട്ടുള്ളടാ എനിക്ക് എന്ത്. ഇല്ല റെഡി ആയിട്ടു. ജനറൽ ബർത്ത് ആയിട്ടാ. നമ്മുടെ സ്ഥലത്തി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എല്ലാരും ഇറങ്ങിക്കോ. ഇറങ്ങ ശ്രീജയ് നമ്മുടെ സ്ഥലം നീ ആർസി നിന്ന് വിളിക്ക്. സാമാനെല്ലാം തട്ടി വേഗം നോടി. ഹലോ ആർസി, ഞങ്ങളിവിടെ താഴെത്തി. എത്തിയോ? എവിടെ? ഞാൻ വരുന്നു. സുധാര, നിങ്ങൾ ഏടെയായിരുന്നു? മുഹൂർത്തത്തിന് സമയമായി. ഉപ്പായം കൊള്ളല്ല കാര്യമൊക്കെ പിന്നെ പറഞ്ഞ. ഒരു കാര്യം ചോദിക്കാം. എനിക്ക് ഒന്നും അവളൊന്ന് കാണാൻ പറ്റുമോ? ഒരു ധൃതി. കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാലോ. എന്റെ കണ്ണ, നീ ഭാഗ്യവാനാണ്. ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണില്ല. പിന്നെന്താ ഇവിടെ പറിച്ചതിനെ കിട്ടാത്ത? അത് ചോദിക്ക്. ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ ചെക്കനും തട്ടിപ്പോകുന്നു. വലുതായി കഴിഞ്ഞപ്പോ ഓളുടെ അച്ഛൻ അപ്പ തന്നെ തട്ടിപ്പോയി. ഈ പേടിക്കണ്ട. ഓള ജാതകത്തില് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 3 മലയും കടന്നു വരുന്നൊരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി കയറ്റായിരിക്കും. ഈ കയറ്റം പോലെ പിന്നെ ഞാൻ പോയിട്ട് പെണ്ണെ വിളിച്ചിട്ട് തരാം. പറ്റുവാണെങ്കിൽ അവളെ പേരെങ്കിലൊന്ന് പറയോ? യമുന. ഇതെന്ന് പെണ്ണിന്റെ പാവാട മാത്ര ഉണക്കാൻ കൊണ്ടുപോകുന്നയാ. അപ്പൊ പെണ്ണ് എടുത്തു. മനസ്സല്ലേ നുടിയോ ശ്രുതി നീനെ സ്വരമാധുര്യ മളിവില്ല ഛായೆ ಆವರಿಸು ನಿನ್ನ ಸೌಂದರ್ಯ ಕಣ್ಣಲ್ಲಿ ಸೇರಲು മറക്കൂല. മറക്കരുത്. പിന്നെ നീ പെണ്ണിനെ നല്ലോണം നോക്കണം കേട്ടാ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. വിളിക്കാം. കണ്ട കുടുംബസ്നേഹി ഒന്ന് വിളിക്കാം.
യമുന മോളെ വാ. കണ്ട വിളിച്ച അപ്പം വരും. കേറിക്കോ കേറിക്കോ. അതെ ഒരു കാര്യം പറയാം. പോയോ കണ്ണ? അതെ സുധാര ആ കേസിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കിയേക്കണേ. ഒരു വക്കീലിനെ വെക്കണേ. ശരി. ആ പാർട്ടി വക്കീൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാർട്ടി വക്കീലാന്നാ? അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല. ലാൽ സലാം. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ നല്ല സങ്കടം ഉണ്ടല്ലേ? തിരക്ക് പിടിച്ച കല്യാണമായോണ്ട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. യമുന നല്ല പേര്. സുധാര ഒന്ന് നോക്കിയ ഒരു നാരകം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തലയിൽ കൊടുക്കാം. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ആ വെള്ളം നമ്മള് ഛർദിക്കുന്നുണ്ടാ? കുറച്ച് വെള്ളം നോക്കട്ടെ. വീട്ടിൽ നോക്കിയാ കുഴപ്പമില്ലടാ, കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട പേടിക്കണ്ട. ആ യാത്ര വേണ്ടിയാ, വേറെ ഒന്നല്ല. പേടിക്കണ്ട. അങ്ങനെ തന്നെ വണ്ടി കയറി കുപ്പിതാ, കുഴപ്പമൊന്നുമില്ല. മോളെ ക്ഷീണുണ്ടാ? ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു? കണ്ണ എണീക്ക് വാ, വീടെത്തി. എന്തുറക്കാത്? ഈ കൈ പിടിച്ച് നടത്തെല്ലാം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ. അവേ ഇതാ കുട്ടി കാൽ തൊട്ട് വലുത് കാല് വലുത് കാല്. എല്ലാ കണ്ണാ, ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ? നല്ല ചോദ്യം. സ്വത്ത് ഉണ്ടോന്നാ? പട്ട, ഗ്രാമ്പു, ഏലക്ക, കാപ്പി, ജീരകം, സാജീരകം, മൊത്തം ഗരം മസാല ഉണ്ടാക്കണ മൊത്തം സാധനത്തിനുള്ളുണ്ട്. പേരെന്നാ മോനെ? ഓളെ പേര് നദികളിൽ സുന്ദരി യമുന. നല്ല പേര്. എന്തല്ല ചമ്മിപ്പോയി. സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായി. ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിലെന്താ വന്നിട്ട് രാജസ്ഥാനിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ഓളെ വീട്ടിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റൂല. എടാ നിന്നെയും കൂട്ടി വരാനാ പറഞ്ഞത്. നീ പെട്ടെന്ന് പെട്ടെന്ന്. അമ്മ ഞാനേ ചെറിയ അത്യാവശ്യം, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ. സാരമില്ല മോളെ, ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾക്കെതിരെ രാജസ്ഥാനിൽ നിന്ന് ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടല്ലോ. രാജസ്ഥാനിൽ മെയിലോ? ആ, നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നില്ലേ? അതിന് നിങ്ങൾ കൊന്ന് ലൈവ് ഷോ നടത്തി നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുത്തുന്നാണല്ലോ പരാതി. പരാതിയോ? സാറേ, ഞാൻ പശുവിനെ പോലും ഒരു പട്ടിനെ പോലും കൊന്നിട്ടില്ല. എനിക്ക് പേടിയാ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പയ്യ കൊടുത്തിടോ? സാറേ, നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ. അതിനുള്ളപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട്. പഴനിക്ക് മുട്ട അടിക്കാനാ? അതും പയ്യനും കൂട്ടി? സാറേ, സംഭവം എന്താന്ന് വെച്ചാല് ഇവന് ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഇളയപ്പനുണ്ട്. പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി. ഈ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല. പിന്നെ ഇവന്റെ നിശ്ചയത്തിന്റെ കാര്യമാണെങ്കിൽ അന്നവിടെ ചിക്കൻ ബിരിയാണിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. അതൊക്കെ വെറുതെ ആളുകൾ. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കേസൊക്കെ ഗോവധ നിരോധന നിയമത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ? ഇത് തെളിഞ്ഞാൽ 5-6 മാസം പോയി കിടക്കേണ്ടി വരും. എന്തേ സാർ, ഇവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഇല്ലൂ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതല്ലേ നല്ല സമയം. ഓളുടെ മാലയോ വളയോ ചോദിച്ചു നോക്ക്. ഇപ്പൊ ചോദിച്ചാ കിട്ടും. സാറേ, ഞങ്ങളത് നോക്കട്ടെ. ശരി. പ്രഭാകര, 10ന്റെ പൈസ ഞാൻ ഇയാൾക്ക് കൊടുക്കൂലട്ടോ. ചെയ്യാത്ത കാര്യത്തിന്. നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാ നല്ലത്. SI ഓരുടെ പാർട്ടിക്കാരനാണ്. രാജസ്ഥാനിൽ നിന്നൊരു മെയിൽ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഉറപ്പ് ഇത് ഐറ്റിങ്ങളുടെ പണി തന്നെ. ഇന്ന് പോ പ്രകാര. രാജസ്ഥാൻ ഇവിടെ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോ ടാറ്റ കാണിക്കുന്ന ടീം സാമാർക്ക് രാജസ്ഥാനിൽ ഒരു പിടിയുമില്ല. ഇത് വേറെ ഏതോ വഴിക്ക് വന്ന പണിയാ. അതെനിക്ക് ഉറപ്പാ. എന്നാലും പൈസക്ക് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു. അയ്യോ കണ്ണ, വേറൊരു കാര്യമുണ്ട്.
ഓള് വീട്ടിൽ കത്തിരിക്കും പെട്ടെന്ന് പോകാൻ നോക്കണം അല്ലേ? ഓ ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? കൊച്ചു കള്ളല്ലേ കാലക്കണം. ചെല്ലി 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 ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. ഇപ്പൊ ഡീൽ ചെയ്യണം. പാർട്ടി റിസർവ് ബാങ്ക് രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 രാമ. ഇത്രയും നേരം ഇടണ്ടായിനി ഏട്ടനെ കാത്തിട്ട്. ഇപ്പൊ കുളിച്ചിട്ട് അവിടെ കിടന്നിട്ടേ ഇല്ലു. എന്തോ ബേജാറുണ്ട് ഏട്ടാ. വീട്ടിൽ നിന്ന് മാറിയെന്നെ ആവും. നീ കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ആയി. ക്ഷീണിച്ചുറങ്ങായിരിക്കും. യമുന 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 എണീക്ക്. ബാ നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയല്ലേ. ചെറിയ ഗിഫ്റ്റ് ഇഷ്ടമായ. ರೀ ನೀವು ಭದ್ರ ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ಗೊತ್ತಾ. ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು. ಇಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು. ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ. ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು. അമ്മേ അമ്മേ ഇവളെന്തല്ലേ പറയുന്നേ? ആ വന്നപ്പോ തൊട്ട് ഇതന്നെ. എന്ത് എനിക്കറിയാം അറബിയും തുളുവെല്ലാം. ഏട്ടന് മനസ്സിലായിട്ടില്ല? കന്നഡയാന്ന്. ಹೌದು ಹೌದು